അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരു വാപ്പ വന്നുകൊണ്ട് വേജാറ് പറയുകയാണ്. തൻ്റെ മകന് വല്ലാത്ത ദുഷിച്ചിട്ടുണ്ട്, അവന് നല്ല ജീവിതമില്ല, നമ്മൾ പറയുന്നത് പോലെ അവൻ കേൾക്കുന്നില്ല, എത്ര പറഞ്ഞു നോക്കി, എത്ര ശകാരിച്ചു നോക്കി, എങ്ങനെയെല്ലാം അവനൊന്നു നന്നായി കിട്ടണമെന്ന് വേണ്ടതുപോലെ എനിക്ക് തീരാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു നോക്കി, പക്ഷേ എൻ്റെ മകനൊന്നും നന്നായി കിട്ടുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ദുആ ചെയ്ത് എൻ്റെ മകനൊന്ന് നന്നായി കിട്ടണമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ആ വാപ്പ വന്നുകൊണ്ട് വേജാറ് പറയുകയാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിക്കുന്ന വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ്. പലപ്പോഴും നാം ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ദുഃഖം നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അവിടുന്ന് ആ വാപ്പയോട് ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ഹൽ ദഅൗത അലൈഹി, നിങ്ങളെന്തായാലും ആ കുട്ടിക്ക് കേടായിട്ട് ഏതെങ്കിലും സമയത്ത് നിങ്ങൾ നേർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വല്ലാത്തൊരു ചോദ്യമാണ്. ഏതാണ് ചോദിച്ചത്? ആ വാപ്പയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആ മകനിക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ കേടായിട്ട് ദ്വാരന്നിട്ടുണ്ടോ? അവൻ നശിക്കട്ടെ, അവൻ ചീത്തയായി പോവട്ടെ, നീ നശിക്ക് എന്ന ഒരു ശാപവാക്ക് എന്ന രീതിയിലുള്ള ദുആ നിങ്ങൾ അദ്ദേഹത്തിനോട് ആ കുട്ടിക്ക് നിങ്ങൾ ദ്വാരന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടുന്ന് സമ്മതിക്കേണ്ടി വന്നു. നാം, അതെ അതെ. അപ്പോഴാണ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ കുട്ടി നശിക്കാനുള്ള കാരണം നിങ്ങളുടെ ദുആയാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയണം. വളരെ ഗൗരവത്തോടു കൂടെ വായിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും നമ്മളെ മക്കൾ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ അവരെ കുട്ടിക്കാലത്തിലോ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ നാം തിരുത്തണം, അവരെ ശകാരിക്കണം, അവരോട് ചൂടാകണം. പക്ഷേ അവിടെ പരിധി വിട്ടിട്ടുള്ളൊരു ചൂടാകലുണ്ട്. അതേ, അവനെ നാം ശാപവാക്കുകൾ പറയുന്നു, അവന് വേണ്ടി കേടായി നാം ആ സമയത്ത് നാം ചൂടായപ്പോൾ നമ്മെ നിയന്ത്രിക്കുന്നത് ഇബ്ലീസാണല്ലോ, ശൈത്താനാണല്ലോ. അപ്പോൾ നമ്മളെ മനസ്സിലേക്ക്, നമ്മളെ വായിലൂടെ അത്തരത്തുള്ള വാക്കുകൾ വരുന്നുണ്ട്. നീ നശിക്ക്, നീ ഒരിക്കലും ബർക്കത്താവില്ല, നീ ഒരിക്കലും വിജയിക്കില്ല, ഇങ്ങനെയുള്ള എന്തെല്ലാം ശാപവാക്കുകളൊക്കെയും അവനെ നോക്കി നാം പറഞ്ഞു പോകും. ചില സമയങ്ങളുണ്ട് മാതാപിതാക്കളുടെ ദുആക്ക് ഉത്തരം കിട്ടി എന്ന് വരാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ദുആ മക്കൾക്ക് കിട്ടിപ്പോയാൽ പിന്നെ ഒരിക്കലും പറഞ്ഞതുപോലെ ആ മകൻ ഒരിക്കലും ബർക്കത്താവില്ല, വിജയിക്കില്ല, അവൻ നശിക്കുക തന്നെയാണ് എന്ന ഗൗരവമുള്ളൊരു വിഷയം നാം മനസ്സിലാക്കണം. അതാണ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറഞ്ഞത്. നിങ്ങൾ അദ്ദേഹത്തിന് ദ്വാരുന്ന കാരണം ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ കേടായി ദ്വാരുന്നതിൻ്റെ പ്രതിഫലമാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നും. അപ്പോൾ എല്ലാ വാപ്പന്മാരും എല്ലാ മാതാപിതാക്കളും വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നാം ചൂടായപ്പോൾ നാം അതിനെക്കുറിച്ച് നാം വില കൽപ്പിക്കാതിരിക്കുമ്പോൾ, അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വരുമ്പോൾ എതിർക്കാൻ പാടില്ല എന്നല്ല, പക്ഷേ എതിർക്കേണ്ട രീതിയിൽ, അവരെ ഉപദേശിക്കേണ്ട രീതിയിൽ, അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ആ രീതിയിലല്ലാതെ നമ്മളൊരു രീതി സ്വീകരിച്ച് നാം എന്തെല്ലാം രീതിയിൽ അവരോട് ചൂടായി അവർക്ക് വേണ്ടി കേടായി ദ്വാരന്ന് ഇങ്ങനെയൊക്കെ ചെയ്താൽ അതിൻ്റെ ദുഃഖം നാം തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അയാൾ പറഞ്ഞപ്പോൾ അയാളെ മകൻ നന്നാകാൻ വേണ്ടി ദ്വാരുന്നതല്ല, ഞാൻ എന്തിനു ദ്വാരക്കണം, നിങ്ങൾ തന്നെയല്ലേ നിങ്ങളെ മകൾ ചീത്തയാകാൻ വേണ്ടി ദ്വാരുന്നത്, ഇപ്പോൾ നന്നാകണമെന്ന് ദ്വാരുന്നിട്ട് കാര്യമുണ്ടോ എന്നല്ലേ ബഹുമാനപ്പെട്ടവർ ചോദിച്ചത്. വളരെ ഗൗരവത്തോടു കൂടെ ഇത് മനസ്സിലാക്കേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തുള്ള വാക്കുകളെ തൊട്ട് സൂക്ഷിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ മക്കളും നാം പറയുന്നത് പോലെ ഈ ഒരു വീട്ടിലും നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തുവാനാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.